14 ശബ്ദങ്ങളുണ്ട്. അതിലും അത് എല്ലാം മഖ്റജിൽ നിന്ന് തന്നെ വന്ന് അത് ഉച്ചരിക്കണം. അപ്പോഴാണ് ഫാത്തിഹയാവുക. കോമൺ ആയി വരുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്, ഞാനൊന്ന് പറയാം. ഒന്ന്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന അവസരത്തിൽ ഞാൻ പറഞ്ഞു അവിടെ ബാ വരണം പോകും. ബിസ്മില്ലാഹിർ ബാ ഉച്ചരിക്കുന്നത് അപ്പൊ പഠിക്കണം, പരിശീലിക്കണം. നിർബന്ധമായി പഠിക്കേണ്ട ഒരു വ്യക്തി നിർബന്ധമായും അവന്റെ ജീവിതത്തിൽ ഖുർആനിൽ നിന്ന് പഠിക്കേണ്ട ബാധ്യതയുള്ള കാര്യമാണ് ഫാത്തിഹ. ഇത് മാത്രമേ നിർബന്ധമായി പഠിക്കേണ്ടത്. 17 തവണ ഒരു ദിവസം ഓതുന്നില്ലേ? അപ്പൊ എത്ര റിസ്ക് എടുത്തും പഠിക്കണം. ഇന്ന് അതിനുള്ള എല്ലാ സംവിധാനവും. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിടത്ത് ബാ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ അൽഹംദുലില്ലാഹ്, ബിസ്മില്ലാഹി എന്ന് പറയുന്നിടത്ത് തന്നെ ചിലർക്ക് ബിസ്മില്ലാഹി ആവും. ഈ ഹാ, ഐന്, ളൈന് ഈ വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഫാത്തിഹയിൽ ഒരുപാട് മിസ്റ്റേക്ക്. അപ്പൊ ബിസ്മില്ലാഹി എന്ന് പറയുന്നിടത്ത് ബിസ്മില്ലാഹി യ ആവാൻ പാടില്ല. അതുപോലെ അർ-റഹ്മാനിർ റഹീം എന്നാണ്. ചിലർക്ക് അത് റോ എന്നാണ് ഉച്ചരിക്കാറുള്ളത്. അർ-റഹ്മാനി റോ ചുണ്ട് കൂടിയിട്ട് ഉച്ചരിക്കേണ്ട ഒരു ആവശ്യം അതില്ല. അർ-റഹ്മാനിർ റഹീം അങ്ങനെയാണ് ഉച്ചരിക്കുക. 2 സ്ഥലത്ത് വരുന്നത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ ബിസ്മില്ലാഹി എന്തായാലും ബിസ്മില്ലാഹി ഹാ ആണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നിടത്ത് ചിലർക്കൊക്കെ വലിയ അബദ്ധമാണ് ഈ ഹാ ഉച്ചരിക്കുന്നത് തെറ്റിപ്പോയ. അൽഹംദു, ചിലവര് അൽഹംദു എനിക്ക് ആവുന്ന ഒരുപാട് കോമണായ ചില ആളുകളൊക്കെ ബോധിപ്പിക്കുന്ന അവസരത്തിൽ നമുക്ക് കണ്ടുപിടിക്കുന്ന തെറ്റുകളാണ് ഞാൻ മാർക്ക് ചെയ്തു തന്നതാണ്. അപ്പൊ അൽഹംദു എന്നാണ്, അല്ലെങ്കിൽ അൽഹംദു അങ്ങനെ ഒന്നും ഉച്ചരിച്ചാൽ സ്വഹിയാവുകയാണ്. അൽഹംദു, അൽഹംദുലില്ലാഹി. ഇവിടെ അൽഹംദുലില്ലാഹി ഒരു റാ വരാനാണ്. അൽഹംദുലില്ലാഹി ലാമാണ്. അവിടെ ചിലരുടേതൊക്കെ റാ കയറി വരാറുണ്ട്. അതുപോലെ റബ്ബിൽ ആലമീൻ എന്നാണ്. അത് സ്പീഡ് ഓതുന്ന അവസരത്തിലൊക്കെ പലരും റബ്ബിൽ ആലമീൻ ഒരു അലിഫ് ലാം തന്നെ അവിടെ നിന്ന് പോയി. അലിഫ് ലാം തന്നെ പോയി. റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ ഒന്ന് ഓതി നോക്കിയാൽ മതി. ഇതൊക്കെ ഞാൻ എന്റെ ഫാത്തിഹയിൽ ഇങ്ങനെയൊക്കെ തെറ്റ് വരുന്നുണ്ടോ ഇല്ലെന്ന് പഠിക്കാനും ഇതൊക്കെ ഓരോരുത്തരെയും ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കേണ്ട. ഞാനിത് പറയുന്നത് എന്താന്ന് വെച്ചാൽ പൊതുവെ പറയുമ്പോ പറഞ്ഞ തെറ്റ് എനിക്കുണ്ടല്ലോ തിരുത്താൻ കഴിയും, അതിനു വേണ്ടി. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ എന്ന് തന്നെ ഉച്ചരിക്കണം. റബ്ബിൽ ആലമീൻ എന്നായ ഒരു അലിഫ് ലാം അവിടെ നിന്ന് പോകും. ഫാത്തിഹയിൽ നിന്നുള്ള ഒരു ഹർഫ് പോയാൽ ഫാത്തിഹ സഹിയാവും. 2 അവിടെ പോകുന്നു. അതുപോലെ ശ്രദ്ധിക്കണം. അർ-റഹ്മാനിർ റഹീം വീണ്ടും വരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ വന്ന അതേ വാക്യം തന്നെയാണ് അർ-റഹ്മാനിർ റഹീം. നേരത്തെ പറഞ്ഞ പോലെ റോ എന്ന ഉച്ചാരം അത് പാടില്ല. റൊക്കം എന്നൊക്കെ പറയുന്നത് പോലെ മലയാളത്തിൽ ആ ഉച്ചാരമല്ല. അർ-റഹ്മാനിർ റഹീം ചുണ്ട് കൂടേണ്ട ആവശ്യമേ ഉള്ളൂ. അടുത്തത് മാലികി യൗമിദ്ദീൻ. അവിടെ വരുന്ന 2 വലിയ മിസ്റ്റേക്കാണ്. ഒന്ന് മാലികി യൗമിദ്ദീൻ അസ്ലിയായ പദാണ്. അത് അത്രയും നിർത്തേണ്ടതുണ്ട്. ഇത്രയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരാളോട് സംസാരിക്കുന്ന അനുസരിച്ച് നിന്റെ താടി നല്ല രസമുണ്ട് എന്ന് പറയും, കാണാൻ നല്ല ഭംഗി, നിന്റെ താടി അല്ലെങ്കിൽ നിന്റെ കാറ് ഒന്ന് തരും എന്നാരെങ്കിലും പറയാം? ഇല്ല. നിന്റെ കാർ ഒന്ന് തരും ഇങ്ങനല്ലേ ചോദിക്കൂ. അതേ മധ്യമുള്ളൂ മാലികി യൗമിദ്ദീൻ. ചിലര് വീട്ടിൽ പോകും, തെറ്റാണ്. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്നിടത്ത് ദാലാണ്. ഈ ദാലും താവും പലർക്കും മാറിപ്പോകാനാണ്. അത് അപകടമാണ്. മാലിക് യൗമിദ്ദീൻ ആയിപ്പോയി. മാലിക് യൗമിദ്ദീൻ ആണ്, മാലിക് യൗമിദ്ദീൻ അല്ല. അതുപോലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇയ്യാക. ചിലര് ഇയ്യാക അവിടെ വസ്വാസം എടുത്തിട്ട് ഈ യാഗിന് ശ്രദ്ധ കൂട്ടി എവിടെയോ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമ്മളൊരു 5000 രൂപ തരും എന്ന് ചോദിക്കുന്ന അതേ രാഗവത്തിനാണ് ഇയ്യാക്ക് ചിരിക്കേണ്ടത്. 5000 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ശ്രദ്ധ വരുന്നത് അതേ ശ്രദ്ധയുണ്ട്.
വിശ്വാസാക്കിയിട്ടാണ് പിന്നെ ഇമാമിനോട് പറഞ്ഞ കുറെ നീ ആക്കിയില്ലെങ്കിൽ ഞാൻ ആക്കിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയേണ്ടി വരും ചിലപ്പോൾ. അപ്പൊ ഈ ഇയ്യാക എന്നത് വലിയ ശ്രദ്ധിക്കില്ല. നന്നായി ശ്രദ്ധിക്കണം. ചിലര് ഞാൻ അഅ്ബുദു എന്നത് പ്രശ്നമാണ്. അപ്പൊ ഐന് ഹാ ഗൈന് ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. എന്ന് പറയുന്നിടത്ത് ഇത് തന്നെയാണ്. ഐനവിടെ ശ്രദ്ധിക്കണം. നസ്തഹീ പലർക്കും വരുന്ന മിസ്റ്റേക്ക്. അടുത്തത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അവിടെ അംസും ഹാവുമാണ്. ഇഹ്ദിന അത് കുറച്ച് റിസ്ക് ഉള്ള സംഗതിയാണ്. അതൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. ഒരു ഉസ്താദിന്റെ മുന്നിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഇഹ്ദിനസ് സിറാത്ത് ഒരു അംസ് പോവും അല്ലെങ്കിൽ ഹാവ് പോവും. കാരണം രണ്ട് ഒരേ സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. ഇഹ്ദിന 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 കുറച്ച് റിസ്ക് എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. ഇഹ്ദിന സിറാത്ത എന്നുള്ളത് ചിലർക്ക് ഒരു കടന്നു വരാറുണ്ട്. സ്വാദ് ഉച്ചരിക്കുമ്പോൾ ചിലർക്ക് ഒരു സായിലേക്ക് പോകും. ഇഹ്ദിന സിറാത്ത് സിറാത്ത് അങ്ങനെയല്ല. ഇഹ്ദിന സിറാത്ത സ്വാദ സിറാത്ത സിറാത്തൽ മുസ്തഖീം. മുസ്തഖീം എന്നിടത്ത് ചിലർക്ക് അതിനെ മുസ്തഖീമിനെ കുറിച്ച് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് മുസ്തഖീം സ്വാദും ത്വാഉം ആയി വരും. സീനും താഉമാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ സിറാത്തല്ലദീന അൻഅംത അലൈഹിം അവിടെയും സ്വാദ് വളരെയധികം ശ്രദ്ധിക്കണം. സ്വാദ് അതും ശ്രദ്ധിക്കേണ്ടതാണ്. സ്വാദ് ത്വാഉ അതൊക്കെ ശരിക്കുമ്പോ തന്നെ നമുക്ക് കാണും തെറ്റ്. കാരണം അങ്ങനെയൊന്നും അറബിയിൽ ഇതൊന്നും ചുണ്ടിന്റെ ആവശ്യമില്ല. ഞാൻ ചുണ്ടിന് ശ്രദ്ധിച്ചാണ്. അപ്പൊ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. പലരും സ്പീഡ് തന്നെ വിട്ടുപോയി, ഹംസ വിട്ടുപോയി. വളരെയധികം ശ്രദ്ധിക്കണം. ഇത് പലർക്കും തെറ്റുന്ന തെറ്റാണ്. ശ്രദ്ധിക്കേണ്ടതാണ്. പലരും ചിലപ്പോൾ ഉച്ചരിക്കും, പക്ഷെ മഹബൂബിയത്തുമ്പോ പോകും. പലരും ഇതൊക്കെ കോമൺ മിസ്റ്റേക്കാണ്. സാധാരണക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അലൈഹിം അവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെടുത്തുള്ള മദ് നിർബന്ധമാണ്. മൂന്ന് അലിഫിന്റെ 6 ഹർക്കത്തിന്റെ പദം അങ്ങനെ തന്നെ നിൽക്കണം. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിച്ച് ഈ ഫാത്തിഹക്ക് നമ്മൾ ഒരു ഉസ്താദിന്റെ മുന്നിൽ ചെന്ന് ഇരുന്ന് ശരിയാക്കൽ നിർബന്ധമാണ്. അതിന് ഇനി സമയം അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടിയിട്ടില്ല, എനിക്ക് സംവിധാനം കിട്ടിയിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു എക്സെപ്ഷനും പറ്റില്ല ഈ കാലഘട്ടത്തിൽ. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മൊബൈലിൽ തന്നെ അതൊക്കെ ശരിയാക്കാൻ പറ്റുന്ന സംവിധാനം. ആരും അറിയാതെ ഒരാളെ മാത്രം നമുക്കൊരു ഉസ്താദിനെ ഓൺലൈനിലോ മറ്റോ സമീപിച്ച് ഉസ്താദ് കേൾക്കണം എന്ന് പറയാൻ പറ്റുന്ന സംവിധാനമുണ്ട്. ഇപ്പൊ ചില ആളുകൾക്ക് മടിയാണല്ല. ചിലര് പറയും എത്ര പ്രായമായി ഇനി ഉസ്താദിന്റെ മുന്നിൽ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഉസ്താദിനെ പിക്കപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഓൺലൈനിലാണ്, ഏർപ്പെട്ട്. അപ്പൊ അത് അറിയൂല, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ ഒരു നിലക്കും നമുക്ക് നിർവാഹമില്ല. ഞാൻ നേരെ ഒന്നുകൂടി അതിന്റെ ഗൗരവം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ മക്കളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് 20, 30, 40, 50 ലക്ഷം കൊടുക്കുന്നു. അവർക്ക് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് 60, 70 ലക്ഷം കൊടുക്കുന്നു. അത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു ഉസ്താദിന് ആവശ്യപ്പെടാൻ ഒരു 50,000 ആവശ്യപ്പെട്ടാൽ കൊടുത്തോ ജീവിതകാലം മുഴുവനും റെഡിയാക്കാൻ സംഗതിയല്ലേ. നാളെ അള്ളാന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമല്ലേ. ഗൗരവത്തോടെ വളരെ അധികം ശ്രദ്ധയോടുകൂടി പഠിച്ചെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. തെറ്റുകളൊക്കെ തിരുത്തണം. ബോധം നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു ഞങ്ങൾ പറഞ്ഞു കേട്ടതിന്റെ മിസ്ലി സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാരും ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ റഹ്മാൻ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. റഹ്മത്ത്
വിശാലമായ പത്ത് അല്ലാഹുവേ ഞങ്ങളോട് വിട പറയുമ്പോൾ നിന്റെ റഹ്മത്ത് വിട പറയുന്നില്ല അല്ലാഹ്, ഞങ്ങൾക്ക് ആ റഹ്മത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും മറ്റുമൊക്കെ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. മരിക്കുമ്പോൾ ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നായുള്ള മരണം സാധ്യമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ സൂഉൽ ഖാത്തിമത്തിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങളിൽ നിന്ന് കാവലേക്കണേ അല്ലാഹ്. പടച്ചോനെ അല്ലാഹുവേ സുബ്ഹ് ജമാഅത്തിന് എത്തിച്ചേർന്ന മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈർ നൽകണേ അല്ലാഹ്. അവരുടെ വിഷമങ്ങളൊക്കെ നീക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ സന്തോഷവും അവരുടെ ജീവിതത്തിൽ നൽകണേ അല്ലാഹ്. ഉത്തരോത്തരം അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സ് ആഫിയത്തോടെ സുഹൃതങ്ങൾ ചെയ്ത നല്ല ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കദറുകളായി വല്ല വിപത്തും വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ദുആ സ്വീകരിച്ചത് തട്ടിക്കളയണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാനും തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനും നാവിനെ നിയന്ത്രിക്കാനും ഈമാനിലെ കരുത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله على وسلم على سيدنا محمد وآله وصحبه سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل وسلم. السلام عليكم ورحمة الله وبركاته.